സഭാപ്രസംഗി അധ്യായം 7. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. നല്ല പേര് സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നതാണ് നല്ലത്. അതാണല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ചിരിയേക്കാൾ വ്യസനം നല്ലത്. മുഖം മ്ലാനമായിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും. ജ്ഞാനികളുടെ ഹൃദയം വിലാപ ഭവനത്തിൽ ഇരിക്കുന്നു. മൂഢന്മാരുടെ ഹൃദയമോ സന്തോഷ ഭവനത്തിലത്രേ. മൂഢന്റെ സംഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസ്ത്ര കേൾക്കുന്നതാണ് മനുഷ്യന് നല്ലത്. മൂഢന്റെ ചിരി കരത്തിന്റെ കീഴെ കത്തുന്ന മുള്ളിന്റെ പൊടുപൊടുപ്പു പോലെയാകുന്നു. അത് മായാത്രേ. അന്യായ നിർബന്ധം ജ്ഞാനിയെ നശിപ്പിക്കുന്നു. കൈക്കൂലി ഹൃദയത്തെ നശിപ്പിക്കും. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. ഗർവമാനസിനേക്കാൾ ക്ഷമാശീലനാണ് ശ്രേഷ്ഠൻ. നിന്റെ മനസ്സിൽ വേഗം നീരസമുണ്ടാകരുത്. മൂഢന്മാരുടെ മാർവിലല്ലേ കോപം വസിക്കുന്നത്. പണ്ടത്തെ കാലം ഇപ്പോഴത്തേതിനേക്കാൾ നന്നായിരുന്നതിൻ്റെ കാരണം എന്തെന്ന് നീ ചോദിക്കരുത്. നീ എങ്ങനെ ചോദിക്കുന്നത് ജ്ഞാനമല്ലല്ലോ. സൂര്യനെ കാണുന്ന ഏവർക്കും ജ്ഞാനം ആയുധവർഗത്തേക്കാൾ നല്ലത്. ദ്രവ്യത്തിൻ്റെ തണൽ പോലെയാകുന്നു ജ്ഞാനത്തിൻ്റെ തണൽ. പരിജ്ഞാനത്തിൻ്റെ ആധിക്യം അതിൻ്റെ ഉടമസ്ഥന് ജീവൻ നൽകുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി നോക്കുക. അവൻ വളച്ചതിനെ നേരെയാക്കുവാൻ ആർക്ക് കഴിയും? സുഖകാലത്ത് സുഖമായിരിക്കാം, അനർത്ഥകാലത്തോ ചിന്തിച്ചു കൊള്ളുക. മനുഷ്യൻ തൻ്റെ ശേഷം വരുവാനുള്ളതൊന്നും ആരാഞ്ഞറിയാതെ ഇരിക്കേണ്ടതിന് ദൈവം രണ്ടിനെയുണ്ടാക്കിയിരിക്കുന്നു. ഞാൻ എൻ്റെ മായാ ജീവിതകാലത്ത് ഇതെല്ലാം കണ്ടു. തൻ്റെ നീതിയിൽ നശിച്ചു പോകുന്ന നീതിമാന്മാർ ഉണ്ട്. തൻ്റെ ദുഷ്ടതയിൽ ദീർഘായുസ്സോടിരിക്കുന്ന ദുഷ്ടനും ഉണ്ട്. അതിനീതിമാനായിരിക്കരുത്, അതിജ്ഞാനിയായിരിക്കയും വരുത്. നീ അധികം ദേഷിക്കപ്പെടാതിരിക്കേണ്ടതിന് നീ അധികം കുറ്റം ചെയ്യരുത്. ഭോഷനായിരിക്കരുത്. നീ അകാലത്തിൽ മരിച്ചു പോകുന്നതെന്തിന്? നീ ഇതു ഗ്രഹിച്ചാൽ കൊള്ളാം. അതിങ്കൽ നിന്ന് നിന്റെ കൈവലിച്ചു കളയരുത്. ദൈവഭക്തൻ ഇവയിൽ നിന്നും സുരക്ഷിതനായിരിക്കും. ഒരു പട്ടണത്തിൽ 10 ബലശാലികൾ ഉള്ളതിനേക്കാൾ ജ്ഞാനിക്കധികം ബലം. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിനും നീ ശ്രദ്ധ കൊടുക്കരുത്. നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ. നീയും പല പ്രാവശ്യം മറ്റുള്ളവരെ ശപിച്ചത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതെല്ലാം ഞാൻ ജ്ഞാനം കൊണ്ട് പരീക്ഷിച്ചു നോക്കി. ഞാൻ ജ്ഞാനം സമ്പാദിക്കുമെന്ന് അവൻ പറഞ്ഞു.
എന്നാൽ അത് എനിക്ക് വിദൂരമായിരുന്നു. ഉള്ളത് വിദൂരവും അത്യഗാധവും ആയിരിക്കുന്നു. അത് കണ്ടെത്തുവാൻ ആർക്ക് കഴിയും? ഞാൻ അറിയുവാനും പരിശോധിപ്പാനും ജ്ഞാനവും യുക്തിയും അന്വേഷിപ്പാനും ദുഷ്ടത മോഷത്വമെന്നും മൂഢത ഭ്രാന്ത് എന്നും ഗ്രഹിപ്പാനും നിശ്ചയിച്ചു. മരണത്തെക്കാൾ കയ്പായിരിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു. ഹൃദയത്തിൽ കെണികളും വലകളും കയ്യിൽ പാശങ്ങളും ഉള്ള സ്ത്രീയെ തന്നെ. ദൈവത്തിന് പ്രസാദമുള്ളവൻ അവളിൽ നിന്ന് രക്ഷപ്പെടും. പാപിയോ അവളാൽ പിടിക്കപ്പെടും. കാര്യമറിയേണ്ടതിന് എന്നോടൊന്ന് ചേർത്ത് പരിശോധിച്ചു നോക്കിയിട്ട് ഞാൻ ഇതാകുന്നു കണ്ടത് എന്ന് സഭാപ്രസംഗി പറയുന്നു. ഞാൻ താല്പര്യമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിലും കണ്ടുകിട്ടാത്തത് 1000 പേരിൽ ഒരു പുരുഷനെ ഞാൻ കണ്ടെത്തിയെങ്കിലും ഇത്രയും പേരിൽ ഒരു സ്ത്രീയെ കണ്ടെത്തിയില്ല എന്നതത്രേ. ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.